ദൈവ ഏകനാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു സമൂഹത്തിനെന്നേ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? ഓംകാര പ്രാർത്ഥന, ആ അജയ്യൻ, ഓ ഉദ്ധാരകൻ, ആ മരിപ്പിക്കുന്നവൻ, അതാണ് ആ ഓം ഓം. അവിടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അവിടെ ഓംകാര പ്രാർത്ഥന ഇങ്ങനെയാണ്: അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചെടുക്കുന്ന ഈശ്വര. ഹിന്ദുക്കൾ ഒരിക്കലും ആക്രമിക്കാൻ ഒരുങ്ങൂല. ഇവിടെ നിങ്ങൾ എണ്ണിയാൽ കാണാം ഹിന്ദുക്കളുടെ എണ്ണം. എടുക്ക് നിങ്ങൾ ഹിന്ദുക്കളുടെ എണ്ണം. കൈവക്കാൻ പറഞ്ഞാൽ ഇവിടെ നിരവധി ഹിന്ദുക്കൾ ഉണ്ടാകും, ക്രിസ്ത്യാനികൾ ഉണ്ടാവും. ഞാനിവിടെ വരുമ്പോഴും ഒരു പാസ്റ്റർ നമ്മുടെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഹിന്ദുത്വവാദികൾ വേറെ, ഹിന്ദുക്കൾ വേറെ, ഹിന്ദുത്വവാദികൾ വേറെ. ഈ ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിം സമുദായത്തിന്റെ സ്വത്വബോധത്തെ അവർക്ക് കലിയാണ്. ഹിന്ദു വിശ്വാസങ്ങളോട് അവർക്ക് എതിർപ്പാണ്, ക്രൈസ്തവ വിശ്വാസങ്ങളോട് അവർക്ക് എതിർപ്പാണ്. പക്ഷെ ഇപ്പൊ അവര് ക്രൈസ്തവരെ പറ്റിയൊന്നും മിണ്ടുന്നില്ല, ഹിന്ദുക്കളെ പറ്റിയൊന്നും മിണ്ടുന്നില്ല. എന്താ കാര്യം? ഏറ്റവും പ്രതികരണ ശേഷിയുള്ളത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ആദ്യം ഒതുക്കിയാൽ ഇതെല്ലാം പിന്നെ നിഷ്പ്രയാസം നടക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനീ ബോധം മുറുകെ പിടിച്ചോ. എന്താ പറഞ്ഞത്? സുന്നത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു കാലം വരും. എന്റെ സുന്നത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു കാലം വരും. അന്ന് ഫസാദാകുന്ന സമൂഹമാണ്. ആ സമയത്ത് എന്റെ സുന്നത്ത് ആര് മുറുകെ പിടിക്കുമോ അവന് 100 രക്തസാക്ഷിയുടെ കൂലിയും നബി മുഹമ്മദ് മുസ്തഫ. 100 രക്തസാക്ഷി, 100 ബിലാലിന്റെ കൂലി, 100 അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ കൂലി, 100 ഹംസത്തുൽ ഖറാറിന്റെ കൂലി അല്ലാഹു തആല കൊടുക്കും അവസാന കാലഘട്ടത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കുന്നവര്. എന്താ കാര്യം എന്നറിയോ? ഇന്ന് സുന്നത്തായ നിലയിൽ ഒന്ന് ദാടി വെക്കണമെങ്കിൽ ഇപ്പൊ ദാടിയിലെത്തിയിട്ടില്ല, ആഹാരത്തിലെത്തി, ഹലാൽ ഫുഡ്, പിന്നെ കട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ താഴോട്ടിറങ്ങും, എഴുതി വെച്ചോ, ഡേറ്റ് എഴുതി വെച്ചോ, ഡേറ്റ് എഴുതി വെച്ചോ, സമയം കുറിച്ചിട്ടോ. ദാടിയുടെ വിഷയത്തിൽ നാളെ നമ്മൾ സമരം ചെയ്യുന്ന ഒരു കാലമുണ്ട്, ഉണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കിക്കോളി, എഴുതി വെച്ചോ, എഴുതി വെച്ചോ. അടുത്ത കൊല്ലം നമുക്ക് കാണാം, വിധി ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സംസാരിക്കാം. ഇവര് വിടില്ല. മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന്റെ ഓരോ അവയവങ്ങൾ, ഓരോ അടയാളങ്ങൾ, അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങളാണ് നമുക്കാകെ സപ്പോർട്ടുള്ളത്, ക്രിസ്ത്യാനികളാണ് നമുക്ക് സപ്പോർട്ടുള്ളത്. ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്കെതിരെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലാഹു നന്നാക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ അല്ലാഹു ഉയർത്തട്ടെ, അല്ലാഹു ഉയർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദീനീ ബോധത്തോടുകൂടി ജീവിക്കില്ലെങ്കിൽ ഇവിടെ അല്ലാഹു ഇങ്ങനെ കൊണ്ടുപോകും, നമ്മളെ ആവശ്യം പോലെ തന്നുകൊണ്ടിരിക്കും. പക്ഷെ ആഖിറത്തിൽ പിടിച്ചു നിർത്തും. വലാ തുഖ്സിന യൗമൽ ഖിയാമ, ആഖിറത്തിൽ ഞങ്ങളെ ഇളിപ്പിരാക്കല്ലേ അല്ലാഹ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, പടച്ചവനെ നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. നീ വാഗ്ദാനം ലംഘിക്കില്ല, നീ വാഗ്ദാനം പാലിക്കുന്നവനാണ്. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് നീ നിന്റെ പ്രവാചകരുടെ നാവിലൂടെ പറഞ്ഞ മുഴുവൻ സൗഭാഗ്യങ്ങളും ആഖിറത്തിൽ എനിക്ക് തരണം എന്ന് ദുആ ചെയ്യണം. മൂന്നാമത്തെ ദുആ. നമുക്ക് ചിരിക്കണ്ടേ സഹോദരങ്ങളെ? ഇവിടെ നമ്മൾ കരയും, ഇവിടെ കൂടുതൽ കരയും എങ്കിൽ നാളെ നമുക്ക് ചിരിക്കാം. ഇവിടെ കൂടുതൽ ചിരിച്ചാൽ നാളെ നമ്മൾ കരയേണ്ടി വരും. അല്ലാഹു നമുക്ക് ആഖിറത്തിൽ ചിരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഉജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വവുജൂഹു യൗമഇദിൻ ബാസിറ തളുന്നു യഫഅല ബിഹാ ഫാഖിറ. അല്ലാഹു നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗത്തില് അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എന്താ വിഭാഗത്തിന്റെ പ്രത്യേകത? നാളെ ആഖിറത്തിൽ വരുമ്പോ അന്ന് നമ്മുടെ മുഖം പ്രസന്നമാണ്, അന്ന് നമ്മുടെ മുഖം വല്ലാത്ത പ്രസന്നതയാണ്. ഇലാ റബ്ബിഹാ നാളിറ, അല്ലാഹുവിനെ നോക്കി നിൽക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണത്. എന്നാ ചില ആളുകളുണ്ട് അന്ന് ചിലരുടെ മുഖം കരിവാളിച്ചിരിക്കുകയാണ്.
എല്ലാം ഇവിടെ പിടികൂടി അവസാനിച്ചു എന്ന ചിന്തയാണ് അവർക്ക്. നമുക്ക് അവിടെ ഇസ്സത്തോടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് മൂന്നാമത്തെ ദുആ. ഇനി നാലാമത്തെ ദുആ. നമുക്കിത് ഓഫറായ അൽഹംദുലില്ലാ. നാലാമത്തെ കാര്യം പറയാം. നാലാമത്തെ കാര്യം ചുരുങ്ങിയ നിലയിൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് വേദി കൊടുക്കുക. നമ്മുടെ ഈ ബോർവെൽ അൽഹംദുലില്ലാ, ബോർവെല്ലും മോട്ടർ അടക്കം അല്ലേ ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി ഒരാളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചാൽക്കര ഹസൈനാർ ഹാജി മുൻ പ്രസിഡന്റ് ആണ്. മക്കൾ ഇഖ്ബാൽ സാലിഹ് എല്ലാവരും കൂടിയിട്ട് അൽഹംദുലില്ലാ ആ ഒരു ഉത്തരവാദിത്തം എടുത്തിരിക്കാൻ. ഇത്രയും ആളുകളിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ള ചിലർ ചിന്തിക്കും, പടച്ചോനെ ഞാൻ അവസാനം ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി ഇരിക്കാൻ, ഇനിയിപ്പോ എന്താ ചെയ്യാ, വിഷമിക്കണ്ട. നമുക്ക് രണ്ട് കാര്യം കൂടെ വേറെ പറഞ്ഞല്ലോ. നമസ്കരിക്കാനുള്ള ഒരു ഹാള്, 2 ഹാൾ. എത്ര രൂപ അതൊന്ന് പറഞ്ഞ് നോക്കി എഴുതി വെച്ച്. അല്ലാഹു ഹസൈനാർ ഹാജി എന്ന പ്രിയപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡന്റിന്, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലാഹു സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ അവർക്ക് നീ സൗഭാഗ്യങ്ങളുടെ കലവറകൾ തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാ ആപത്തിൽ നിന്നും കാക്കണേ റബ്ബേ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. പടച്ചവനെ അവരെ മാരകമായ ഭീകരമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടബാധിതരാക്കല്ല റബ്ബേ. അല്ലാഹുവേ, അവരെ എല്ലാ നിലയിലും നീ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ സമ്പന്നത കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. മനസ്സിന് എപ്പോഴും സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ശരീരത്തിന് സലാമത്തും തടിക്ക് ആരോഗ്യം നൽകണേ അല്ലാ. അവിടെ സമ്പത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ബാക്കി സയ്യിദ് ദുആരക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി 2 നമസ്കാര ഹാളും കൂടി വേണം. അൽഹംദുലില്ലാ. അതിൽ ആരൊക്കെ സുജൂദ് ചെയ്യോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ കൊടുത്തവർക്ക് കിട്ടും. അല്ലാഹു അത്രയും വലിയ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ ഖജനാവ് കുറഞ്ഞു പോകില്ല, വറ്റിപ്പോകില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടി അതിന്റെ ആ തുണ്ട് വരട്ടെ. അപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കാം, അപ്പൊ പറഞ്ഞാൽ മതി. ഇതിനിടയിൽ 4ാമത്തെ ദുആ കൂടി ഞാൻ പറയാൻ. വിശുദ്ധ ഖുർആനിൽ റബ്ബന ആതിന എന്ന് പറഞ്ഞ് ആരംഭിച്ച 4 ദുആ, 4 ആയത്തുകൾ, അതിൽ 3 നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തേത് എന്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടവുമായി നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ദുആയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തായിട്ട് നടക്കണം. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്, എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്, എല്ലാവരും വിഷമത്തിലാണ്. അതൊക്കെ മാറണം. എങ്ങനെയാ മാറേണ്ടത്? ദഖിയാനൂസ് രാജാവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന കൽപ്പന വരുമ്പോൾ ഇല്ല, ഞങ്ങളങ്ങനെ സുജൂദ് ചെയ്യില്ല. അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല. ഞങ്ങളുടെ സർവശക്തനായ അല്ലാഹുവാണ്, ആ പടച്ചവന്റെ മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരെ പറ്റിയിട്ട് അല്ലാഹു ഒരു അധ്യായം തന്നെ ഇറക്കിയില്ലേ? ആ ചെറുപ്പക്കാര് കിടന്ന സ്ഥലത്തെ അല്ലാഹു അധ്യായത്തിന് പേര് കൊടുത്തില്ലേ? ആ അധ്യായത്തെ ഖുർആനിന്റെ മധ്യഭാഗത്താക്കിയില്ലേ? ആ അധ്യായ ആഴ്ചയിൽ ഒരു തവണ ഓതൽ സുന്നത്താക്കിയില്ലേ? ആ സുന്നത്തും അത് മുഅക്കദായ സുന്നത്താക്കിയില്ലേ? ഒരു വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഓതി ഖളാ വീട്ടൽ സുന്നത്താക്കിയില്ലേ? മഹത്തായ സൂറയദാ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെടുന്ന 7 6 8 നമുക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും ഒരുപറ്റ യുവാക്കളില്ലേ ദഖിയാനൂസ് രാജാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേ സുജൂദ് ചെയ്യുള്ളൂ. ഞങ്ങളുടെ ശിരസ് അല്ലാഹുവിന്റെ മുന്നിലേ കുനിക്കുള്ളൂ. ഞങ്ങളുടെ ശിരസ് അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരു മഖ്ലൂഖിന്റെ മുന്നിൽ കുനിക്കൂല. ഞങ്ങളുടെ കരങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേ നീട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഒരു വിഭാഗം ചെറുപ്പക്കാർ അവിടെ നിന്ന് നാട് വിട്ടല്ലോ. അവര് പറഞ്ഞ വാക്കാണ് റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റസദാ.
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫാണ്. അല്ലാഹ് പറയുകയാണ് റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യിഹ് ലനാ മിൻ അംരിനാ റസദാ. മായ കണ്ടില്ലേ? മോളെ വാ, ഇങ്ങ് വാ മോളെ. മോളെ ഉമ്മായും ഉപ്പായും കാണാനില്ല. മോളെ പേരെന്താ? മാഷിദ. പേടിക്കണ്ട, ഇവിടെയല്ലേ നിൽക്കുന്നത് കേട്ടാ. മോളെ ഫ്രണ്ട് മാഷിത്ത അല്ലേ? മാഷിത്തയുടെ ഉമ്മായ ഉപ്പായ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി. ഇതുപോലെ തിരുവനന്തപുരത്തെ എന്താണ് കോവിനെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാഷിത്ത എന്ന മോളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ സംഘാടകരുമായി ബന്ധപ്പെടുക. മോളെവിടെ ഇരുന്നോ? മോളെ പേടിക്കണ്ട കേട്ടാ. $5 ലക്ഷം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അല്ലാഹുവേ പടച്ചവനെ നിന്നിൽ നിന്ന് കാരുണ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ കരുണ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം സന്തോഷം തരണേ അല്ലാഹ്. ആ ചെറുപ്പക്കാർ ദുആ ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ പ്രിയമുള്ളവരെ. അല്ലാഹു അവരെ സംരക്ഷിച്ചു എങ്ങനെയെന്നറിയോ? അല്ലാഹു അവരെ ആദരിച്ചു എങ്ങനെയെന്നറിയോ? പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു പ്രപഞ്ചത്തിന്റെ തന്നെ താളത്തെ അല്ലാഹു തആല അവർക്ക് വേണ്ടി തെറ്റിച്ചല്ലോ. അവര് കിടക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഗുഹയ്ക്കകത്ത് അവര് ഉണരാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല സൂര്യന്റെ ഉദയത്തെയും സൂര്യന്റെ അസ്തമയത്തെയും അല്ലാഹു തെറ്റിക്കുകയാ. ചിന്തിച്ചു നോക്കേണ്ട ചെറുപ്പക്കാരാ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് സൂര്യോദയത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും വേണ്ടിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? അവിടെ ശരീരത്തെ ഗുഹാമുഖത്തടിക്കുന്ന വെയിലുണ്ടല്ലോ, ആ വെയിൽ അവരുടെ ശരീരത്തിൽ പറ്റിയിട്ട് അവര് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് 300 വർഷക്കാലം ഉറങ്ങിക്കിടന്ന അവരുണ്ടല്ലോ. ആ പാവപ്പെട്ട സഹോദരങ്ങളുടെ ശരീരത്തിൽ നിന്ന് തട്ടാതിരിക്കാൻ വേണ്ടി ഉദയാസ്തമയത്തെ പോലും അല്ലാഹു തആല ദിശ തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ടോ സഹോദരങ്ങളെ, അല്ലാഹു തആല എല്ലാവരും വെറുക്കുന്ന ജീവിയുണ്ടല്ലോ, ആ നായയെ അല്ലാഹു തആല അവർക്ക് കിത്മീർ എന്ന നായയെ കാവൽ നിർത്തുകയാണ്. ചിന്തിക്കും മുസ്ലിമേ, അല്ലാഹു ഒരു നായയെ കൊണ്ട് കാവൽ നിർത്തുകയാ. തൊട്ടാൽ 7 വെള്ളം കഴുകേണ്ട അതിൽ ഒരു വെള്ളം ശാഫി മദ്ഹബ് അനുസരിച്ച് മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണമെന്ന് ശരീഅത്ത് പഠിപ്പിക്കുമ്പോ, ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കുമ്പോ, ആ പരിശുദ്ധമായ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ വിഭാഗം ജനതയ്ക്ക് ചെറുപ്പക്കാർക്ക് കാവൽ നിൽക്കാൻ അല്ലാഹു കാവൽ നായയെ അയക്കുകയാണ്. സഹോദരങ്ങളെ, ആ കാവൽ നായയുടെ പേര് പോലും, ആ കാവൽ നായയെ പറ്റി പോലും ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചെങ്കിൽ, ആ കാവൽ നായയെ പറ്റി പോലും മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു പാഠമാക്കിയെങ്കിൽ, ഇത്രയും വലിയ സൗഭാഗ്യം അല്ലാഹു കൊടുത്തവരെ സംരക്ഷിച്ചു. എന്തിന്റെ പേരിലാണ്? അവിടെ ദുആ അങ്ങനെയാണ്, റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മ. റബ്ബേ നിന്റെ ഔദാര്യം എനിക്ക് തരണേ റബ്ബേ. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. എന്റെ കാര്യങ്ങളിലെല്ലാം സന്തോഷം തരണേ അല്ലാഹ്. എല്ലാം എളുപ്പമാക്കി കൊടുത്തു. ഒരു നായയെ കൊണ്ട് പടച്ചതമ്പുരാൻ അവരെ സംരക്ഷിക്കുകയാണ്. ആ നിലയിലേക്ക് പടച്ചതമ്പുരാൻ അവരെ എത്തിച്ചത് എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ച ലോകത്തുള്ള മുഴുവൻ മഖ്ലൂഖിനെയും അല്ലാഹു നമുക്ക് വേണ്ടിയാക്കി തരുന്ന സഹോദരങ്ങള്, നമ്മളെ പടപ്പുകൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരുങ്ങിയാൽ ഒരിക്കലും നമുക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടൂല. ഇന്ന് പണത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുകയാണ്, അല്ലാതെ മനുഷ്യന് വേണ്ടി പണം ഉപയോഗിക്കലല്ല. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് പണക്കാരന് ടെൻഷനാണ്. കാരണം എന്റെ കോടിക്കണക്കിന് രൂപ നശിച്ചു പോകുമെന്ന്. ഇല്ലടോ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ പണത്തിന് കാവല് കിടക്കാനുള്ളതല്ല. കാവല് കിടക്കേണ്ട നായയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അദ്ദുനിയാ ജീഫ, ദുനിയാവെന്ന് പറയുന്ന ശവമാണ്, താലിബാ കിലാ.
കിലാബ്, അതിനെ തേടി പോകുന്നവന് നായയാണ്. യദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവെന്ന് പറയുന്ന നിസാരതയിലെ നിസാരതയാണ്. അതിനെ പ്രേമിക്കുന്നവൻ, ആശിക്കുന്നവൻ, ഇഷ്ക് വെക്കുന്നവൻ, ഹുബ്ബ് വെക്കുന്നവനോ അദല്ലു മിനൽ ദലീലി, അധമന്മാരിൽ അധമനാ, നിസാരന്മാരിൽ നിസാരനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവ് വേണ്ട, ദുനിയാവ് നമ്മുടെ പിന്നാലെ വരട്ടെ. ദുനിയാവ് വേണ്ടെന്ന് വെച്ച മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ പിന്നാലെ ദുനിയാവോടി. അവര് വേണ്ടെന്ന് വെച്ചപ്പോഴും പിന്നാലെ ദുനിയാവോടി. അങ്ങനെ ആകട്ടെ നമ്മുടെ സംശുദ്ധ ജീവിതം, അങ്ങനെ ആകട്ടെ നമ്മുടെ കാര്യങ്ങള്. അങ്ങനെ ആയി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന ഉന്നതമായ പ്രതിഫലമുണ്ട്. അത് ആഖിറത്തിലാണ്. അള്ളാഹു രണ്ട് കരങ്ങൾ നീട്ടി വാങ്ങാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.